നല്ല ഭാഷ ശുദ്ധിയോടുകൂടി. അപ്പോൾ അതിന് എല്ലാത്തിനും പ്രധാനമായിട്ട് എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് എൻ്റെ അച്ഛനും അമ്മയും സംസാരിക്കുമ്പോൾ നല്ല ഭാഷയിൽ സംസാരിക്കണം, അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കണം, കേൾക്കുന്നവർക്ക് വ്യക്തമാകുന്ന വിധത്തിൽ സംസാരിക്കണം. ചെറുതിലെ വളരെ കുഞ്ഞ് പഠിക്കുമ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു തരുമായിരുന്നു, അമ്മയും പറയുമായിരുന്നു. അതുപോലെ എൻ്റെ അമ്മ പ്രോപ്പർ കൊച്ചിയാണ്. കൊച്ചി സ്ലാങ് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും ഇങ്ങനെ പരിഹസിക്കുന്ന ഒരു സ്ലാങ് ആണല്ലോ. പക്ഷെ അമ്മ അന്ന് തന്നെ പറയുമായിരുന്നു, നീട്ടിക്കുറിക്കൊന്നും സംസാരിക്കരുത്, അങ്ങനെ സംസാരിക്കുന്നത് ശരിയാവില്ല, അതുകൊണ്ട് നല്ല ഭാഷയിൽ സംസാരിച്ച് ശീലിക്കണം. അച്ഛൻ അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ കേൾക്കാവുന്ന ആൾക്കാർ എന്ന് ചോദിപ്പിക്കരുത്, രണ്ടാമത് പറയിപ്പിക്കരുത് നമ്മളെ കൊണ്ട്, നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറയാം, ഇല്ലെങ്കിൽ പറയണ്ട. അങ്ങനെയാണ് അച്ഛൻ്റെ ഒരു ഇത്. അങ്ങനെ അച്ഛനിൽ നിന്ന് കിട്ടിയ ആ ഒരു ഇൻസ്ട്രക്ഷൻ എനിക്ക് വളരെ ഉപകാരമായിരുന്നു. അങ്ങനെ ഞാൻ നല്ല ഭാഷാശുദ്ധിയോടുകൂടി സംസാരിക്കും. ഇപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും, ഞാനിപ്പോൾ എന്നൊക്കെ പറയുന്നത് ശുദ്ധി എന്നൊക്കെ പറയാം, അങ്ങനെ തന്നെ പറയുള്ളൂ, എവിടെ അങ്ങനെ തന്നെ പറയുള്ളൂ. അത് സ്റ്റേജിൽ വരുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി എന്നുള്ള വിധത്തിലല്ല. സാധാരണ സംസാരിക്കുമ്പോൾ തന്നെ അക്ഷരം